സിവിൽ ഏവിയേഷൻ എക്സിബിഷൻ ആയിട്ടുള്ള വിങ്സ് ഇന്ത്യ 2026 ഹൈദരാബാദിൽ നടന്നു വരികയാണ്. പലതരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യയും റഷ്യയുമായിട്ട് ഈ യുദ്ധോപകരണങ്ങളുടെ രംഗത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് നിരവധിയായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കരാറുകൾ ഒപ്പുവെച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? വിങ്സ് ഇന്ത്യ എക്സിബിഷൻ അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ വിമാനങ്ങളുടെ ഒരു എക്സിബിഷനാണ്. വിമാനം മാത്രമല്ല, ടെക്നോളജി, എഞ്ചിന് എല്ലാത്തിനെ സംബന്ധിച്ചുമുള്ള ഒരു പ്രദർശനമാണ്. അവിടെ വെച്ച് സുഖോയ് വിമാനങ്ങളുടെയും അതുപോലെ SJ-100 വിമാനങ്ങളുമൊക്കെ നിർമ്മിക്കുന്ന യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ CEO സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം പുറത്തുവിട്ടു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഈ HAL-ഉമായിട്ട് ചേർന്ന് SJ-100 വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, അതേ കമ്പനി, അതായത് യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ തന്നെ നിർമ്മിക്കുന്ന അത്യന്താധുനിക യുദ്ധവിമാനമായ Su-57 ഇന്ത്യ HAL-ഉമായിട്ട് ചേർന്ന് നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. നമ്മൾ തന്നെ ഈ കുറച്ച് ദിവസത്തിന് മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യ ഏതാണ്ട് 50-60 ഇടയ്ക്ക് Su-57 വിമാനങ്ങൾ ഇന്ത്യ നിർമ്മിക്കാനുള്ള കരാറിൽ റഷ്യയുമായി ഏർപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപാട് ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് ഈ റഫാൽ വിമാനങ്ങൾ ഏതാണ്ട് $35 ബില്യൺ മുടക്കി 114 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറിൽ ദൊസോൾട്ട് ഏവിയേഷനുമായിട്ട് കരാർ ഒപ്പിട്ടതിന് ശേഷം പിന്നെ എന്തിനാണ് ഈ Su-57 വാങ്ങിക്കുന്നത്? ഇനി Su-57 വാങ്ങിച്ചാൽ ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ AMCA അതിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുമോ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന LCA തേജസ് മാർക്ക് 2 ഇത് ബാധിക്കുമോ? അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു വിഷയത്തിൽ പലരും ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ കൃത്യമായ മറുപടി ഉണ്ട്. അതായത് ചൈന അവരുടെ വിമാനങ്ങളുടെ എണ്ണം വളരെ വർദ്ധിപ്പിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് ചൈന വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് AMCA കമ്മീഷൻ ചെയ്യുന്ന 2032 ശേഷമാണ്. ഇനിയും ഒരു 5-6 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. അത്രയും കാത്തിരിക്കാൻ പറ്റില്ല. അതിവേഗം ഒരു 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയുടെ വ്യോമസേനയുടെ ഭാഗമാക്കണം എന്നുള്ളത് നമ്മളന്ന് പറഞ്ഞിരുന്നു. അതാണ് ഈ Su-57 പ്രസക്തി. റഫാൽ വിമാനങ്ങളും Su-57 2 ലക്ഷ്യങ്ങളിലാണ്. Su-57 ഒരു സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്കാണ്. അതായത് വളരെ ദൂരത്ത് നിന്നും പ്രയോഗിക്കാവുന്ന മിസൈലുകളോട് കൂടിയിട്ടാണ് Su-57 ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ അതീവ സുപ്രധാനമായ ഒരു കാര്യം, Su-57 സംബന്ധിച്ചിട്ടുള്ള ഒരു അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ ഒരു ആക്ഷേപം, അതിൻ്റെ എഞ്ചിനുകൾ ഇപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന AL-41F1 എന്ന എഞ്ചിൻ ഒരു 5ാം തലമുറ യുദ്ധവിമാനത്തിന് വേണ്ട ശക്തിയുള്ള ഒരു എഞ്ചിനല്ല എന്നുള്ള ഒരു ആരോപണമാണ് അന്ന് ഉയർന്നത്. പക്ഷെ ആ ആരോപണത്തിന് പരിഹാരം റഷ്യ കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അതായിരിക്കാം ഇപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ചർച്ചകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയത്. അതായത് ഏറ്റവും ഒടുവിൽ ഇസഡെയിൽ-177, അതിന് മറ്റൊരു പേര്, ഇസഡെയിൽ എന്നുള്ള റഷ്യൻ പേരാണ്, പ്രോഡക്റ്റ് 177 എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ എഞ്ചിൻ റഷ്യ നിർമ്മിക്കുക മാത്രമല്ല, ആ എഞ്ചിൻ ഘടിപ്പിച്ച Su-57 പരീക്ഷണാടിസ്ഥാനത്തിൽ പറക്കലുകൾ നടത്തി. അത് വളരെ വിജയകരമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതായത് നമ്മൾക്കുണ്ടായിരുന്ന ഒരു പരാതി റഷ്യ അതിവേഗത്തിൽ തന്നെ അത് പരിഹരിച്ചു. ഇത് ഏതാണ്ട് 1 കൊല്ലം കൊണ്ട് വികസിപ്പിച്ചെടുത്ത, റഷ്യയുടെ കയ്യിൽ റഷ്യ നിരവധി എഞ്ചിനുകൾ വികസിപ്പിച്ചെടുത്ത ഒരു രാജ്യമാണ്. അതീവ ശക്തിയുള്ള എഞ്ചിനുകൾ തന്നെ റഷ്യയുടെ കയ്യിലുണ്ട്. കാരണം TU സീരീസിലുള്ള ബോംബർ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ വരെ അവർ സ്വയം നിർമ്മിക്കുകയാണ്. അപ്പോൾ അതീവ ശക്തിയുള്ള ഈ പ്രോഡക്റ്റ് 177 അതിൻ്റെ ഡ്രൈ ത്രസ്റ്റ് തന്നെ 110-120 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഡ്രൈ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിമാന എഞ്ചിൻ ആഫ്റ്റർ ബർണറുകൾ ഉപയോഗിക്കാതെ, അതായത്
ഈ അധികമായിട്ട് ഫ്യൂവൽ പമ്പ് ചെയ്യാതെ അതിന് സ്വാഭാവികമായ രീതിയിലുള്ള ആ ഒരു ശക്തി തന്നെ 120 കിലോ ന്യൂട്ടൺ ഉണ്ട്. നമ്മൾ അത്തരം 2 എഞ്ചിനുകൾ ഘടിപ്പിച്ച ഒരു വിമാനമാണ് ഈ SU-57. ആ ആഫ്റ്റർ ബർണറൂടെ പ്രവർത്തിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ ഡ്രൈ ത്രസ്റ്റ് ഇത്രയുണ്ട്. ആഫ്റ്റർ ബർണറൂടെ പ്രവർത്തിക്കുമ്പോൾ ഈ വിമാന എഞ്ചിനുകളുടെ ത്രസ്റ്റ്, ഒരു എഞ്ചിന്റെ ത്രസ്റ്റ് തന്നെ 160 കിലോ ന്യൂട്ടണോളം വരും. അങ്ങനെ 160 320 കിലോ ന്യൂട്ടൺ ശക്തിയുള്ള എഞ്ചിനുകളായിരിക്കും ഇതിലുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഇപ്പോഴുള്ള റഫാൽ എഞ്ചിനുകളുടെ ശക്തി നമ്മൾ നോക്കിയാൽ അതിന്റെ ത്രസ്റ്റ് ഏതാണ്ട് 143 കിലോ ന്യൂട്ടനാണ്. അപ്പം എത്രയോ 10 മടങ്ങ് ശക്തിയുള്ള ഒരു വിമാനമായിരിക്കും ഇത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു പുതിയ എഞ്ചിൻ പരീക്ഷിച്ച് അത് വിജയകരമായിട്ട് പരീക്ഷിച്ചു. അത്തരം എഞ്ചിനുകൾ ഘടിപ്പിച്ച SU-57 ആയിരിക്കും ഇന്ത്യക്ക് വിൽക്കുന്നത്. മാത്രമല്ല, നമ്മൾ ആദ്യം തന്നെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഴ്സ് കോഡ് സഹിതമാണ് ഇന്ത്യക്ക് അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വിമാനത്തിൽ സോഫ്റ്റ്വെയർ മുഴുവൻ ഇന്ത്യക്ക് ആക്സസബിൾ ആണ്. ഇന്ത്യക്ക് ഏത് രീതിയിലും അതിൽ മാറ്റം വരുത്താൻ പറ്റും. ആ വിമാനം ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യക്ക് വിൽക്കാൻ പറ്റും. ഇപ്പോൾ അവർ പറയുന്ന, അതായത് യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ പറയുന്ന, അവർ തന്നെയാണ് നമ്മുടെ SU-30 MKI വിമാനം നിർമ്മിക്കുന്നത്. അവരുടെ വിമാനമാണ്. അപ്പോൾ HALന്റെ നാസിക് പ്ലാന്റിലാണ് നമ്മുടെ ഈ SU-30 MKI നിർമ്മിക്കുന്നത്. അതിൻ്റെ എൻജിൻ നിർമ്മിക്കുന്നത് അതും ഇന്ത്യയിൽ തന്നെയാണ്. റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന പാർട്സ് അസംബിൾ ചെയ്യുകയാണ്. അത് കോരപ്പുട്ട് എന്ന് പറയുന്ന ഒഡീഷയിലാണ്. പിന്നെ നമ്മുടെ കേരളത്തിനും അതിനൊരു പങ്കുണ്ട്. ഒരുപക്ഷെ പലർക്കും അറിഞ്ഞുകൂടായിരിക്കാം, കാസർഗോട്ടുള്ള HALന്റെ ഫാക്ടറിയിലാണ് വിമാനത്തിന്റെ ഏവിയോണിക്സ്, അതായത് ഇലക്ട്രോണിക് ഘടകങ്ങൾ, ഇലക്ട്രോണിക് സിസ്റ്റംസ് സുഖോയുടെ നിർമ്മിക്കുന്നത് കാസർഗോട്ടാണ്. കാസർഗോട്ട് HALനൊരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വിമാനം നാസിക് പ്ലാന്റിൽ നിർമ്മിക്കാൻ ഇപ്പോൾ തന്നെ പകുതി സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടായെന്നാണ് യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇന്ത്യക്ക് അധികം മുതൽ മുടക്കേണ്ടി വരില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം SU-30 MKIയുടെ ഒരു സ്വാഭാവിക, അതിൽ നിന്നും മുന്നോട്ടുള്ള ഒരു വിമാനമാണ്. അതിൻ്റെ പല സാമ്യതകളുമുണ്ട്. അത് കാരണം നാസിക് പ്ലാന്റിൽ അഡീഷണൽ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫെസിലിറ്റീസ് എൻലാർജ് ചെയ്താൽ മതി. പുതിയൊരു പ്ലാന്റ് നിർമ്മിക്കേണ്ടി വരില്ല. അത് കാരണം വളരെ വേഗത്തിൽ തന്നെ 1 കൊല്ലത്തിനുള്ളിൽ ഇത്തരം വിമാനങ്ങൾ ഇന്ത്യക്ക് നിർമ്മിച്ചു തുടങ്ങാം. അതായത് ഒരു വർഷം ഒരു 12 വിമാനമൊക്കെ ഉള്ള രീതിയിലേക്ക് നമുക്ക് നിർമ്മിക്കാം. അത് വളരെ വേഗത്തിൽ ഒരു 5 കൊല്ലം കൊണ്ട് ഈ പറയുന്ന 60ഓളം 5th ജനറേഷൻ വിമാനങ്ങൾ നമുക്ക് നിസ്സാരമായിട്ട് നിർമ്മിച്ചെടുക്കാം. അത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് 5th ജനറേഷൻ വിമാനങ്ങളുടെ ഒരു അഭാവം, ഈ വിമാനം നമ്മളുടെ വ്യോമസേനയുടെ ഭാഗമാകുമ്പോഴേക്കും നമുക്ക് ആ പരാതി അല്ലെങ്കിൽ ആ ഒരു കുറവ് നികത്തപ്പെടും. ചൈന അതിവേഗത്തിൽ അവരുടെ പുതിയ 5th ജനറേഷൻ വിമാനങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് J-35, 36ന്റെ ഒക്കെ എണ്ണം കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും റഫാല് കൊണ്ട് മാത്രം നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. ലോങ് റേഞ്ച് മിസൈലുകളുള്ള, അതായത് ഈ റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെ, അതുപോലെ BVR മിസൈലായിട്ടുള്ള R-37 ഉൾപ്പെടെയുള്ള എല്ലാ മിസൈലുകളും ഘടിപ്പിച്ച മിനി കിൻഷാൾ എന്ന് പറയുന്ന ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ, അതുൾപ്പെടെയുള്ള ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് വെപ്പൺസുമായിട്ടായിരിക്കും ഈ വിമാനം ഇന്ത്യയിലെത്തുന്നത്. അതായത് ഒരു തരത്തിലും പാകിസ്ഥാനിലെ റഡാറിൻ്റെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകളുടെയോ എയർ ടു എയർ മിസൈലുകളുടെയോ പരിധിയിൽപ്പെടാതെ ഇന്ത്യയുടെ സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന് നേരെ ഇത് പ്രയോഗിക്കുക. ഇത് നമ്മൾ ആദ്യം തന്നെ ഇത് ചർച്ച ചെയ്തപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, അത് ഒരുപക്ഷെ ഗൗതം ഓർക്കുന്നുണ്ടായിരിക്കും. അതായത് ഇന്ത്യയുടെ വാർ ഡോക്ട്രിൻ മാറുകയാണ്. ഇതുവരെ നമ്മൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ആദ്യം ആക്രമിച്ചത്. പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാത്തിടത്തോളം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളോ റഡാറുകളോ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമോ ഒരു തരത്തിലും ആക്രമിക്കില്ല എന്നായിരുന്നു ഇതുവരെ ഇന്ത്യയുടെ നിലപാട്. പക്ഷെ ഇനി അങ്ങനെയല്ല, നമ്മളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ പാകിസ്ഥാന്റെ എയർ കമാൻഡ് ആൻഡ് കൺട്രോള്, റഡാർ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സ്റ്റേഷൻസ്, എയർഫീൽഡുകൾ, എയർപോർട്ടുകൾ, ഫൈറ്റർ ജെറ്റ് ഹാങ്ങറുകൾ,
ഇവയെല്ലാം തന്നെ ആദ്യത്തെ ദിവസം തന്നെ ആക്രമിക്കും. ഈ ആക്രമണത്തിന്റെ തുടക്കമിടുന്നത് Su-57 ആയിരിക്കും. അവയുടെ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ്, ലോങ് റേഞ്ച് മിസൈല്, ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകൾ, ഇവയെല്ലാം ഉപയോഗിച്ച് പാകിസ്ഥാന്റെ റഡാറുകള്, പാകിസ്ഥാന്റെ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻസ്, പാകിസ്ഥാന്റെ എയർഫീൽഡുകള്, എയർപോർട്ടുകള്, ഹാങ്ങറുകള്, ഇതെല്ലാം ഉൾപ്പെടെയുള്ള ആദ്യത്തെ ദിവസം തന്നെ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ള ഒരു കൃത്യമായ ലക്ഷ്യത്തിലായിരിക്കും ഈ Su-57 വരുന്നത്. SJ-100 നമ്മൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റു രാജ്യങ്ങൾക്ക് വിൽപ്പന നടക്കും. ഇപ്പോൾ തന്നെ ലോകത്തിലെ 16 രാജ്യങ്ങൾ ഈ SJ-100 സൂപ്പർ സുഖോയ് SJ-100 യാത്രാ വിമാനം ഉപയോഗിക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ അത് ഇന്ത്യക്ക്, ദക്ഷിണേഷ്യയിലെ ഇന്ത്യക്ക് ഏതാണ്ട് 3000 വിമാനങ്ങൾ ആവശ്യം വരുമെന്നാണ്, യാത്രാ വിമാനങ്ങൾ. തീർച്ചയായിട്ടും അതിലൊരു വലിയ പങ്ക് ഇത് വഹിക്കും. ഇതാണ് ഇതിലെ ഏറ്റവും പുതിയ ഒരു സംഭവ വികാസം. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡെവലപ്മെന്റ്സുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താം.